വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചെന്ന യൂത്ത് കോൺഗ്രസ് പരാതിയിൽ സിപിഐഎം നേതാവ് കെ ലതികയ്ക്കെതിരെ അന്വേഷണം നടത്താൻ ഡിജിപിയുടെ നിർദ്ദേശം. അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ പോലീസ് ആസ്ഥാനത്തെ പ്രത്യേക സംഘത്തിന് പരാതി കൈമാറി. ലതികയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകൻ പി.കെ. മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കാസിമിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇമെയിൽ മുഖാന്തരം നൽകിയ പരാതി നടപടിക്രമങ്ങളുടെ ഭാഗമായി DGP പ്രത്യേക സംഘത്തിന് കൈമാറുകയായിരുന്നു. നിലവിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് LDFും UDFും നൽകിയ 2 പരാതികളിൽ വടകര പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ലതികയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച CPIM സംസ്ഥാന സമിതി അംഗമായ കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന നിലപാടിലാണ് UDF. വടകര റൂറൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുഹമ്മദ് കാസിം. മുൻ MLA കെ ലതിക അടക്കമുള്ള ആളുകൾ ഇത് പ്രചരിപ്പിച്ചിട്ട് ഇന്ന് വരെ അവരുടെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് കേസെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ തന്നെയാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കോടതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ കെ ലതിക അടക്കമുള്ള ആളുകൾ കോടതി പറഞ്ഞിട്ട് പോലും 3 ദിവസം ഈ പോസ്റ്റ് ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടയിൽ അന്വേഷണ സംഘം ഫേസ്ബുക്കിന് വീണ്ടും നോട്ടീസ് നൽകി. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ പേജുകളുടെ അഡ്മിൻ വിവരങ്ങൾ തേടിയാണ് നോട്ടീസ് കൈമാറിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.